അഞ്ജലി ഒളിപ്പിച്ചു വെച്ച ഹാർഡ് ഡിസ്ക് ഈ രാമനുണ്ണി വക്കീൽ എടുത്ത് പൊക്കി കാട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു സീൻ കാണുമ്പോൾ തന്നെ അനുപമ പണിയൊപ്പിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ഒരു അനുപമയെ പോലെയുള്ള ഒരു കൂടപ്പിറപ്പിനെ നിങ്ങൾ എന്ത് പേരിട്ടാണ് വിളിക്കുക? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ വീക്കെൻഡ് പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രധാന കുറച്ച് കാര്യങ്ങളെ നമുക്കൊന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ അനുപമ അഞ്ജലിയുടെ അടുത്തേക്ക് വരികയാണ്, ആ വീട്ടിലേക്ക് എത്തുകയാണ്. കാരണം രാമനുണ്ണി വക്കീൽ ഇറക്കി വിട്ടു. അപ്പോൾ വന്ന് കയറുമ്പോൾ അനുപമയെ കാണുന്നതിനും അമ്മയും അഞ്ജലിയും അമ്മയുടെ മോളൊക്കെ ഞെട്ടി തിരിച്ചു പോവുകയാണ്. ഇപ്പൊ അനുപമ എവിടെ നിന്ന് വന്ന് കയറി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അപ്പൊ തന്നെ ചാടി വീഴും. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിന്നോട് ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മ ആകെ കലിപ്പടിച്ചിട്ട് ചാടി വീഴുകയാണ്. അപ്പം അനുപമ കാര്യങ്ങൾ പറയും, എനിക്ക് പോകാൻ വേറൊരു ഇടമില്ല. രാമനുണ്ണി വക്കീൽ എന്നെ അവിടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ അഞ്ജലിയുടെ ചേച്ചിയാണെന്നുള്ള സത്യം അവരെല്ലാവരും അറിഞ്ഞു. അപ്പോൾ അഞ്ജലിക്ക് സപ്പോർട്ട് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്നത്, അതിനു വേണ്ടിയിട്ട് ഈ കേസിൽ അയാൾക്കെതിരെയായിട്ട് ഞാൻ നിന്നത് എന്ന് വിചാരിച്ച് രാമനുണ്ണി വക്കീൽ എന്നെ ഇറക്കി വിട്ടതാണ്. എനിക്ക് പോകാനായിട്ട് വേറെ ഒരു സ്ഥലവും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. എനിക്ക് വേറെ ഒരു വഴിയില്ല. ഒരു പെണ്ണായി പോയതിന്റെ പേരിൽ എനിക്ക് തെരുവിൽ കിടക്കാനും പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ അനുപമയുടെ കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷെ എന്നിട്ട് അമ്മ അടുക്കുന്നില്ല. അമ്മ പറയും, പറ്റത്തില്ല, നീ എന്ത് പറഞ്ഞാലും പറ്റത്തില്ല. നീ എന്നിവിടെ കാലുകുത്തി അപ്പോഴെല്ലാം നീ ചതികളാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അകത്തൊരു മനുഷ്യൻ അച്ഛൻ കിടപ്പുണ്ട്, അച്ഛന് ഒരിക്കലും നിന്നെ ഈ വീട്ടിൽ കയറ്റരുതെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ അമ്മ പറയും. അമ്മ ഒരു രീതിയിലും അനുപമയുടെ വാക്ക് ചെവിക്കൊള്ളാൻ തയ്യാറാവുന്നില്ല എന്ന് നമുക്ക് കാണാം. പക്ഷെ അഞ്ജലി പറയും, അമ്മ ഒന്നും പറയണ്ട, സാരമില്ല, അവളിവിടെ നിന്നോട്ടെ. കാരണം കാരണം അഞ്ജലിയാണ്. അഞ്ജലിയുടെ കേസ് രാമനുണ്ണി വക്കീൽ നോക്കുന്നു. അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു കാരണമാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് അവളെ ഇപ്പൊ ഇറക്കി വിടണ്ട, അവൾ ഇന്നത്തെ ഒരു ദിവസം അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ അഞ്ജലി പറയുകയാണ്. അഞ്ജലിയുടെ ഒരു മനസ്സുകൊണ്ട് അഞ്ജലി പറഞ്ഞു. സത്യം പറഞ്ഞ അനുപമ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും അനുപമയാണ് വീട്ടിൽ കയറ്റാനായിട്ട് പാടില്ല. പക്ഷെ അഞ്ജലിയുടെ നല്ല മനസ്സുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അഞ്ജലി വീട്ടിൽ കയറ്റുക ശരിയും ചെയ്യുന്നത്. പക്ഷെ ഇതും അഞ്ജലിക്ക് ഭാര ആകാനായിട്ട് ആണ് ശരിക്കും പോകുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ എന്താണെങ്കിലും അനുപമ വിചാരിച്ചതുപോലെ അവിടെ നിൽക്കാനായിട്ട് പറ്റുകയാണ്. അങ്ങനെ അവിടെ നിൽക്കുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിന്നെ അടുത്ത സീൻ എന്ന് പറയുന്നത് നമ്മുടെ കുറുപ്പ് വെകിളി പിടിച്ചിട്ട് വരികയാണ് നമ്മുടെ രാമനുണ്ണി വക്കീലിന്റെ അടുത്തേക്ക്. കാരണം അനുപമ അഞ്ജലിയുടെ ചേച്ചിയായിരുന്നു എന്നുള്ള സത്യം കാര്യങ്ങളെല്ലാം കുറുപ്പ് അറിയുകയും ചെയ്തു. പിന്നെ കുറുപ്പിന് സഹിക്കാനായിട്ട് പറ്റും. അപ്പൊ കുറുപ്പ് വണ്ടി എടുത്ത് പാഞ്ഞ് വരികയാണ്. പിന്നെ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് അംഗം നടക്കുകയാണ്. അങ്ങനെ കുറുപ്പിന് പറയാൻ പറ്റുന്ന അത്രയും വാക്കുകളും മോശം വാക്കുകളും എല്ലാം രാമനുണ്ണി വക്കീലിനെ ഇവിടെ പറയും. താൻ എവിടുത്തെ വക്കീലാണ്, എന്തുകൊണ്ട് വക്കീലാണ്, താൻ ശരിക്കും എന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം പുള്ളിയുടെ നോട്ടത്തില് അനുപമ അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ഒരു വക്കീൽ എന്ന് പറഞ്ഞു കിടക്കുന്ന രാമനുണ്ണിക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കുറുപ്പിനെ അത് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് കുറുപ്പ് നല്ല രീതിയിൽ രാമനുണ്ണി വക്കീലിന് കൊടുക്കും. പക്ഷെ രാമനുണ്ണി വക്കീൽ പറയുന്നുണ്ട്, അല്ല ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്തെന്നൊക്കെ പറയുമ്പോഴും, ഞാൻ അവളെ അപ്പൊ തന്നെ ഇറക്കി വിട്ടിരുന്നില്ല, രാത്രി തന്നെ ഇറക്കി വിട്ടു എന്നൊക്കെ പറയുമ്പോഴും കുറുപ്പിന് വിശ്വാസമില്ല. പിന്നെ അനിയന്മാരൊക്കെ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും, അല്ല ഇത് രാമനുണ്ണി വക്കീൽ അറിഞ്ഞിട്ടില്ല, നിങ്ങളത് വിശ്വസിക്കുക. അപ്പൊ ഈ പത്മ കേസ് വേറെ ഏതെങ്കിലും നല്ല വക്കീലിന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനിടയിൽ കുറിപ്പ് പറയുന്നുണ്ട്, ഈ കേസിൽ രാമനുണ്ണി അധികം വൈകാതെ തന്നെ തോറ്റുപോകും, ഇതുവരെ കേസുകൾ തോറ്റിട്ടില്ല, താൻ അധികം വൈകാതെ തോറ്റുപോകാൻ ചാൻസ് ഉണ്ട്, ഒരിക്കലും അത് എൻ്റെ മകന്റെ കേസാവല്ലേ എന്ന് പറഞ്ഞിട്ട് കുറിപ്പ് പറയുകയാണ്. അപ്പം എന്താണെങ്കിലും അനിയന്മാരൊക്കെ രാമനുണ്ണിയുടെ ബ്രദേഴ്സൊക്കെ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചൊക്കെ കൺവിൻസ് ആകും. അങ്ങനെ എന്തേലൊക്കെ ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുറിപ്പിനെ നിർബന്ധിച്ച് കയറ്റി വിടും. നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ എന്നല്ല, ഇന്നൊരു സിറ്റിംഗ് ഉണ്ട്. കാരണം പത്മ കേസിൽ സിറ്റിംഗ് ഇന്ന് നടക്കാനായിട്ട് പോവുക, അടുത്ത സിറ്റിംഗ്. അപ്പോൾ ഇന്ന് സിറ്റിംഗ് ഉണ്ട്. ഇനിയിപ്പോ പെട്ടെന്നൊരു കേസ് വേറൊരു വക്കീലിനെ ഏൽപ്പിച്ച നടപടി ആവത്തില്ല, നിങ്ങളിപ്പോ തൽക്കാലം ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നൊക്കെ പറഞ്ഞ് കുറിപ്പിനെ അത് ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുകയാണ്. പക്ഷെ വേറൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്,
കുറുപ്പിന് ഇപ്പൊ രാമനുണ്ണി വക്കീലിൽ ഉള്ളൊരു വിശ്വാസമൊക്കെ ഇപ്പൊ പോയി കഴിഞ്ഞു. കാരണം സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറുപ്പിന് രാമനുണ്ണി വക്കീലിന് വിശ്വാസമില്ല. അപ്പം അയാളുടേതായ ഒരു വഴി എന്താണേലും നോക്കാതെ ഇരിക്കില്ല. പക്ഷെ അത് അഞ്ജലിക്കുള്ള അപകടമാണ് എന്നുള്ളതാണ്. അയാൾ അപ്പൊ തന്നെ അയാളുടെ മറ്റേ ഗുണ്ടനെ അച്ഛനെ ഇടിച്ചിട്ട് അതേ ഗുണ്ടനെ തന്നെ വിളിക്കും. എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, തനിക്കൊരു പരിപാടിയും കൂടെ ചെയ്യാനുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എങ്ങനെയും പോരുന്ന വഴിക്ക് അങ്ങോട്ട് തീർത്ത് കളയാം. അതായത് കേസ് 11 മണിക്കാണ് നടക്കുന്നത്. ആ സമയത്ത് 11 മണിക്ക് അവള് കോടതി എത്തരുത്. രണ്ടിനെയും തീർത്ത് ഇടിച്ച് നിരത്തി കളഞ്ഞേക്കെന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറുപ്പ് ഈ ഗുണ്ടയോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനിടയിൽ അങ്ങനെ സംഭവം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ അനുപമ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കുറച്ച് അടിഞ്ഞൊരുങ്ങി വരുമ്പോഴത്തേനും അച്ഛൻ അപ്പോഴാണ് ശിവരാമൻ അപ്പോഴാണ് അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ അനുപമ അവിടെ ഉണ്ടെന്നുള്ള കാര്യം. പുള്ളി അങ്ങോട്ട് കലിച്ചിട്ട് വെള്ളം കോരി തലയിലേക്ക് ഒഴിക്കുന്ന സീനൊക്കെ ഉണ്ട്. എന്താണെങ്കിലും അനുപമ അത് കഴിഞ്ഞിട്ട് കൂടുതലും പറയണമെന്ന് പറഞ്ഞ് ചാടി വീട്ടിൽ നിന്ന് ഇറങ്ങിയൊക്കെ പോരും. എന്താണെങ്കിലും നമ്മുടെ അഞ്ജലിനെയും പത്മയും കോടതിയിൽ എത്താതെ തീർക്കാനുള്ള കുറിപ്പിന്റെ പരിപാടിയൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വേറൊരു ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുപമ കാര്യം സാധിച്ചു എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അതായത് അനുപമ ഈ ഹാർഡ് ഡിസ്ക് അഞ്ജലി സ്കൂട്ടറിൽ വെക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അനുപമ ആ വീട്ടിൽ നിന്നത്. അല്ലാതെ അഞ്ജലിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അവൾക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് രാമനുണ്ണി വക്കീലിന്റെ വീട്ടിലേക്ക് കയറുക എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിന് ഏത് വഴിയും, സ്വന്തം കൂടപ്പിറപ്പാണെങ്കിലും അവൾ ഏത് തരം തന്ന കളിയും കളിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്ന് വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ വണ്ടി ഇടിച്ച് അഞ്ജലിനെയും അതുപോലെ തന്നെ പത്മയും തീർക്കാനായിട്ട് ആ ഗുണ്ട് ചെല്ലുമ്പോൾ അതിനിടയിൽ രക്ഷകനായിട്ട് രാജീവ് എത്തുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഫൈറ്റ് സീൻ ഫസ്റ്റ് കാട്ടുന്നുണ്ട് പ്രൊമോയില്. അപ്പൊ രാജീവ് ഒന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. എന്താണെങ്കിലും രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ഷുവറായിട്ടുണ്ട്. അപ്പൊ കോടതിയിൽ എത്തുന്നുണ്ട്. കോടതിയിൽ വെച്ച് അതിഭീകരമായ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പത്മി വളരെ മോശമായ രീതിയിലൊക്കെ രാമനുണ്ണി വക്കീല് ഈ പ്രൊമോയിൽ നമുക്ക് കാണാം. വളരെ മോശമായിട്ടൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അവളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പണത്തിന് വേണ്ടിയിട്ടാണ്, അവള് സ്ഥിര ഏർപ്പാടാണ്, ഏതെങ്കിലും പണക്കാരനുള്ള എൻ്റെ വീട്ടില് ജോലിക്കാരിയായിട്ട് കടന്നുകൂടെ, അവളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, അങ്ങനെ എന്താ പറയാ, വളരെ വൾഗറായിട്ട് രീതിയിലൊക്കെ കോടതിയിൽ അയാൾ പറയുകയാണ്, അയാൾ സമർത്ഥിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ പത്മ മാനസികമായിട്ട് ശരിക്കും തളർന്നു പോകുന്നുണ്ടെന്ന് നമുക്ക് പ്രമേയില് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ എന്താണെങ്കിലും ഒരു കാര്യമുണ്ട്, ഈ നമ്മുടെ അഞ്ജലിയുടെ ഏറ്റവും വലിയ പിടിവലി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹാർഡ് ഡിസ്ക് ആണ് അല്ലെ. അപ്പോൾ ഹാർഡ് ഡിസ്ക് ഒരുപക്ഷെ ആ സമയത്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് അഞ്ജലി ശ്രമിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹാർഡ് ഡിസ്ക് സബ്മിറ്റ് ചെയ്യാന്ന് അഞ്ജലി വിചാരിക്കുമ്പോൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പാട്ടോ. അത് മിസ്സിങ് ആയിട്ടുണ്ട്. അപ്പൊ മിസ്സിങ് പിന്നിൽ ആരാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇത് മിസ്സിങ് ആയിട്ടുണ്ട്. അപ്പൊ അത് ആ പ്രൊമോയില് സീൻ കാട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ അത് മിസ്സിങ് ആയി എന്നുള്ളതിന്റെ തെളിവെന്ന് വെച്ചാൽ പ്രൊമോയുടെ ഏറ്റവും എൻഡില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന പത്മ ശരിക്കും പിന്നെ കരയുന്നതായി. അപ്പൊ കേസിൽ ഒട്ടും അനുകൂലമായിട്ടുള്ള ഒരു സംഭവം അല്ല നടന്നിട്ടുള്ളത്. അപ്പൊ പത്മ കിടന്ന് പൊട്ടിക്കരയാണ് പുറത്തുനിന്ന്. അപ്പൊ അഞ്ജലിയും വളരെ വിഷമത്തോടെ അടുത്തേക്ക് വരുന്നു. ഈ സമയത്ത് തന്നെ വീണ്ടും ഒരു പരാജയം അഞ്ജലിയെ തേടിയെത്തി, പത്മ കേസിൽ എത്തി എന്നുള്ളത് ഉറപ്പാണ് പ്രൊമോയിൽ നിന്ന്. അപ്പോൾ അതൊന്നും ഒരു എൻഡല്ല എന്ന് നമുക്ക് പ്രതീക്ഷിച്ചെങ്കിലും വീണ്ടും ഒരു പരാജയത്തിന്റെ കയ്പ് നീര് ശരിക്കും അഞ്ജലിക്കും പത്മയ്ക്കും നേരിടേണ്ടി വരികയാണ്. അപ്പൊ പുറത്തിറങ്ങി വന്നിട്ട് അഞ്ജലി പത്മയെ ആശ്വസിപ്പിക്കാനൊക്കെ നിൽക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന സീൻ എന്ന് വെച്ചാൽ, അഞ്ജലി ഒളിപ്പിച്ചു വെച്ച ഹാർഡ് ഡിസ്ക് ഈ രാമനുണ്ണി വക്കീൽ എടുത്ത് പൊക്കി കാട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു സീൻ കാണുമ്പോൾ തന്നെ അനുപമ പണിയൊപ്പിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ഒരു അനുപമയെ പോലെയുള്ള ഒരു കൂടപ്പിറപ്പിനെ നിങ്ങൾ എന്ത് പേരിട്ടാണ് വിളിക്കുക? അത് ഞാൻ ആലോചിക്കണം. ഇതുപോലെയുള്ള ഒരു കൂടപ്പിറപ്പുകളൊക്കെ സ്വന്തം കാര്യം മാത്രം, അത് സ്വന്തം അനിയത്തി തോറ്റു തുന്നം പാടി നാണം കെട്ടുപോയാലും അവൾക്ക് ഒരു കുഴപ്പമില്ല അനുപമയ്ക്ക്.
അപ്പോൾ ഇങ്ങനെയുള്ള കൂടപ്പിറപ്പിനെ നിങ്ങൾ എന്ത് പേരിട്ടാണ് വിളിക്കുക? എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുള്ളത്. എന്താണെങ്കിലും അടുത്ത ആഴ്ച കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് വരുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ? എന്താണെങ്കിലും നിങ്ങൾ ആ എപ്പിസോഡുകൾക്ക് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഈ വീക്കെൻഡ് റിലേറ്റഡ് പ്രൊമോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കാത്തിരിക്കുക. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.